സേഫ് ഫുഡ് അല്ലെങ്കിൽ സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ലാസ്റ്റ് യൂണിറ്റിൻ്റെ ലെറ്റസസ് സോൾവിങ് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ് തരാം കേട്ടോ. അപ്പോൾ നോക്കിയുള്ളൂ, ഇപ്പോൾ ലെറ്റസസ് നോക്കാം. വിച്ച് അഡൾട്ടറൻറ്റ് ക്യാൻ പ്രോബബ്ലി ബി ആഡഡ് ടു പെപ്പർ. പെപ്പറിൽ നമ്മൾ ഏത് അഡൾട്ടറൻറ്റ്, അതായത് ഏത് മായമാണ് ചേർക്കാൻ സാധ്യതയുള്ളതെന്ന്. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഗ്രീൻ ഗ്രാം, ടാമറിൻ സീഡ്. ഗ്രീൻ ഗ്രാം എന്ന് വെച്ചാൽ ഈ പയറ് ചെറുപയറുണ്ടല്ലോ അത്. പിന്നെ ടാമറിൻ്റെ സീഡ്, അതായത് പുളിയുടെ കുരു, പുളിങ്കുരു എന്ന് പറയും, പുളിങ്കുരു. പപ്പായ സീഡ്, പപ്പായയുടെ വിത്ത്. പിന്നെ ബംഗാൾ ഗ്രാം, കടല. അപ്പോൾ ഇതിലേതാണ് നമുക്ക് പെപ്പറിൽ ചേർക്കാൻ സാധ്യതയുള്ള അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത്? പപ്പായ സീഡ് അല്ലേ? പപ്പായ സീഡാണ് ഇതിൻ്റെ ആൻസർ. കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏതാണ്? പപ്പായ കുരു. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻ ദ ഐസ് ക്യൂബ്സ് യൂസ്ഡ് ഇൻ ഫിഷ് മാർക്കറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രിപ്പയർ കൂൾ ഡ്രിങ്ക്സ്? വൈ? അതായത് ഈ മത്സ്യ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കൂൾ ഡ്രിങ്ക് അല്ലെങ്കിൽ ശീതള പാനീയങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നോക്കിയോളൂ. നോ. വൈ മേക്കിംഗ് ഐസ് ഫോർ ഫിഷ് മാർക്കറ്റിലേക്കായിട്ട് നമ്മൾ ഐസ് ഉണ്ടാക്കുമ്പോൾ എ കെമിക്കൽ സബ്സ്റ്റൻസ് കാൾഡ് അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ്. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. എന്തിനാണ് ഈ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നത്? ഫോർ ദ ക്യൂക്ക് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം വേഗം കണ്ടൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഐസ് ആകുന്നതിന് വേണ്ടിയിട്ടും, ടു പ്രിവെൻറ്റ് മെൽറ്റിംഗ്, പിന്നെ മെൽറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുക, അതായത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും, ആൻഡ് ടു മെയിൻറ്റെയിൻ ലോ ടെമ്പറേച്ചർ, പിന്നെ താഴ്ന്ന താപനില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും, മാക്സിമം താഴ്ന്ന ഒരു ലോ ടെമ്പറേച്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് എന്തിനാണ് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നത്. അമോണിയം ക്ലോറൈഡ് ഈസ് ഹാംഫുൾ ടു അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോകാതിരിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട്. അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അതിനാൽ മത്സ്യ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ശീതളപാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കരുത്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യന്. വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ യു പർച്ചേസ് ഫ്രൂട്ട്സ് ഫ്രം ദ ഷോപ്പ്? ഷോപ്പിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്? കടയിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? 1. അൺഡാമേജ്ഡ് ഔട്ടർ സ്കിൻ. ഈ ഫ്രൂട്ടിൻ്റെ ഔട്ടർ സ്കിൻ, പുറന്തോട് അൺഡാമേജ്ഡ് ആയിരിക്കണം, കേടില്ലാത്തതായിരിക്കണം, പുറന്തോട് കേടില്ലാത്തത്. 2. ഫ്രഷ് ആൻഡ് വൈബ്രൻറ്റ്. ഫ്രഷ് എന്ന് പറയുമ്പോൾ പുതിയത് അല്ലേ? പിന്നെ വൈബ്രൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈബ്രൻറ്റിൻ്റെ ആ ഒരു വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ പഴക്കമില്ലാത്തത് അല്ലേ? പഴക്കമില്ലാത്തത്, അതാണ് ഫ്രഷ് ആൻഡ് വൈബ്രൻറ്റ്, പുതിയതും പഴക്കമില്ലാത്തതും. 3ാമത്തത് ഓർഗാനിക് എന്ന് പറയുമ്പോൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചത്. ഓക്കെ ആണല്ലോ? അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. മിൽക്ക്, ടൊമാറ്റോ, ഫിഷ്, കുക്കുംബർ, ലേഡീസ് ഫിംഗർ ആൻഡ് മീറ്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ ദ റെഫ്രിജറേറ്റഡ്. ഔട്ട് ഓഫ് ദീസ് വിച്ച് ആർ ടു ബി കെപ്റ്റ് ഇൻ ഫ്രീസർ? അതായത് ഇവിടെ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. മിൽക്ക് പാല്, ടൊമാറ്റോ നമ്മുടെ തക്കാളി, ഫിഷ് മത്സ്യം, കുക്കുംബർ അറിയാലോ, വെള്ളരി, പിന്നെ ലേഡീസ് ഫിംഗർ നമ്മുടെ വെണ്ടക്ക, ആൻഡ് മീറ്റ് എന്ന് പറയുമ്പോൾ മാംസം. ഇതെല്ലാം നമ്മൾ റെഫ്രിജറേറ്ററിൽ വയ്ക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് വിച്ച് ആർ ടു ബി കെപ്റ്റ് ഇൻ ഫ്രീസർ, നമ്മൾ ഫ്രീസറിൽ ഇതിൻ്റെ അകത്ത് ഏതെല്ലാം വയ്ക്കും? വിച്ച് ആർ ടു ബി സ്റ്റോർഡ് ഇൻ കമ്പാർട്ട്മെൻറ്റ്സ് അതർ ദാൻ ദ ഫ്രീസർ അല്ലാതെ വേറെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഫ്രീസർ അല്ലാത്ത കമ്പാർട്ട്മെൻറ്റ്സിൽ ഏതൊക്കെ വയ്ക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ. പാൽ, തക്കാളി, മത്സ്യം, വെള്ളരി, വെണ്ട, മാംസം എന്നിവ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. ഇവയിൽ ഫ്രീസറിൽ വെക്കേണ്ടവ ഏതെല്ലാം? റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസർ ഒഴികെയുള്ള ഭാഗങ്ങളിൽ വെക്കേണ്ടത് ഏതെല്ലാം? കെപ്റ്റ് ഇൻ ഫ്രീസർ അല്ലേ? ഫ്രീസറിൽ വെക്കേണ്ടവ ഏതൊക്കെയാണ്? മിൽക്ക്, ഫിഷ്, മീറ്റ് അതെ, പാല്, പിന്നെ ഫിഷ് മത്സ്യം, മീറ്റ് മാംസം, ഇതെല്ലാം നമ്മൾ ഫ്രീസറിലാണ് കീപ്പ് ചെയ്യേണ്ടത്. ഇനി സ്റ്റോർഡ് ഇൻ കമ്പാർട്ട്മെൻറ്റ്സ് അതർ ദാൻ ഫ്രീസർ അല്ലാതെ കമ്പാർട്ട്മെൻറ്റ്സിൽ സ്റ്റോർ ചെയ്യേണ്ടവ ഏതൊക്കെയാ? ടൊമാറ്റോ, കുക്കുംബർ, ലേഡീസ് ഫിംഗർ, അതായത് നമ്മുടെ വെജിറ്റബിൾസ്, തക്കാളി, വെള്ളരി, ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക, ഇതെല്ലാമാണ് നമ്മൾ ഫ്രീസർ അല്ലാതെയുള്ള കമ്പാർട്ട്മെൻറ്റ്സിലൊക്കെ സൂക്ഷിക്കേണ്ടത്.